ആണെന്ന് അട്ടത്തോട് ആദിവാസി ഊരിലെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ഈ സ്ത്രീ തന്നെ പറയട്ടെ. എനിക്ക് അറിവുള്ള കാലം മുതൽ ഞാൻ കണ്ടിടത്തോളം ഞാൻ കണ്ടു വളർന്നിട്ടുള്ളതാണ്. എൻ്റെ വല്യച്ഛൻ വല്യമാർ, എൻ്റെ വല്യച്ഛന് വിദ്യാഭ്യാസമില്ല, എൻ്റെ വല്യമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല. അവരെ നിന്നും അവർ കാട്ടിപ്പോയി വനഞ്ചരക്കാണ് എടുത്തവര് കഴിയുന്നത്. വനഞ്ചരക്ക് എടുത്തോണ്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇതും കൊണ്ട് വരുമ്പോൾ ഇവരുടെ മറ്റുള്ളവര് മറ്റു വെളിനാട്ടിൽ നിന്ന് വരുന്നവര് അവര് ഇവിടെ വന്നിട്ട് ഇവരെ കണ്ടു പറയും, എനിക്ക് ഒരു കുപ്പി തേൻ തരണം, എനിക്ക് അല്ലെങ്കിൽ ഒരു കിലോ കുന്തിരിക്കൻ തരണം എന്നൊക്കെ പറയും. ആ പറയുന്ന സമയത്ത് ഇതുങ്ങളത് കൊണ്ടു കൊടുത്തിട്ട് ആ ഒരു പ്രാവശ്യം ഇതുങ്ങൾക്ക് എന്തെങ്കിലും 10 രൂപയുടെ മുറുക്കാനോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോഡി ഡ്രസ്സോ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇവരിങ്ങനെ ഈ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞ ഉടനെ പിറ്റേ പ്രാവശ്യം ഇവർ വന്നിട്ട് ഇവരോട് ചോദിക്കും, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വന്ന് താമസിച്ചിട്ട് അപ്പം നിങ്ങൾ തേൻ എടുത്തുകൊണ്ട് വരുന്ന സമയം അനുസരിച്ച് ഞങ്ങൾ ഇത്രയും ദൂരത്ത് ഇവിടെ നാട്ടിൽ വരണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ അങ്ങ് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പൈസ ഞങ്ങളങ്ങ് തരാം എന്ന് പറയും. അപ്പോൾ ഇവർ പറയും, നിങ്ങൾ ഇവിടോട്ട് ഷെഡ് വെച്ച് അങ്ങ് താമസിക്കും, ഇവിടെ ഷെഡ് വെച്ച് താമസിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുതരുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും, നിങ്ങൾ പറഞ്ഞ ശരിയെന്നും പറഞ്ഞ് ഈ പാവങ്ങൾ ഇവരെ അങ്ങനെ ഇവിടെ താമസിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ 10 പകൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ കൂട്ടത്തിലങ്ങ് എടുക്കും. കൂട്ടത്തിലെടുത്തിട്ട് പറയും, എടോ ഞങ്ങൾ നിങ്ങളുടെ എന്തായാലും നമ്മൾ ഇത്രയാണോ അടുത്തല്ലേ ഷെഡ് വെച്ച് താമസിക്കുന്നത്, അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ അങ്ങ് ഈടി കെട്ടി നമുക്കിതിനകത്ത് റബ്ബർ വെക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് തെങ്ങ് വെക്കാം. എന്നിട്ട് ഇതൊരു പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള കുട്ടികൾക്കും ഞങ്ങൾക്കും അതിനകത്ത് നമുക്കെല്ലാവർക്കും കൂടെ ഒത്തൊരുമയായിട്ട് നിന്ന് ഇതെടുത്ത് വിനിയോഗിക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ആദിവാസി ജാതിപ്പെട്ടവരെല്ലാവരും കൂടെ അങ്ങ് കൂടി ഇതിനങ്ങ് സഹകരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഈ ഈടിയൊക്കെ വെച്ചു, റബ്ബറും വളർന്നു, തെങ്ങൊക്കെ വളർന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് മുതലെടുപ്പായെന്നറിയുമ്പോൾ ഇതുങ്ങളോട് പറയും, ആദിവാസികളോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇനിയിപ്പോൾ ആ ഷെഡിന്റെ അവിടെ കൊണ്ട് കഴിയാവുള്ളത് ഇങ്ങോട്ട് കയറിയാക്കരുത്, ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവർ അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്നറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആയുധങ്ങളായി അവർക്ക് ഇവര് പോയി ഈ വെളിനാട്ടിൽ നിന്ന് വന്നവർ പോയി മദ്യം കഴിക്കുക, തിരിച്ചു വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുക, ചീത്ത വിളിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങളുടെ ജാതിപ്പെട്ടവർക്ക് ഭയമാണ്. ഞങ്ങളുടെ ജാതിപ്പെട്ടവർ ഭയന്ന് പരിക്കെട്ടി കാട്ടി കയറും വീണ്ടും. ഇവരുടെ കൂടെ ഇനി ഇവിടെ ഷെഡ് വെച്ച് താമസിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് എന്തിനാ വഴക്കുണ്ടാകുന്ന, അവര് വെളിനാട്ടിൽ നിന്ന് വന്നവരല്ല, നമ്മളെ കൊല്ലും തിന്നും. അപ്പൊ പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടുകാർക്ക് പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോവും, പെൺകുട്ടികളെ കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരു ഭീഷണികളായി എന്നറിയുമ്പോഴത്തേക്ക് ഇവർ പറയുകയും ചെയ്യും. ഈ വെളിനാട്ടിൽ നിന്ന് വരുന്നവർ പറയും, നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളുള്ളെന്ന് കൂട്ടിക്കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇതുങ്ങളെ അങ്ങ് ഭീഷണിപ്പെടുത്തും. അപ്പൊ ഇതുങ്ങളെ ഈ ആദിവാസി ജാതിപ്പെട്ടവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ അന്നേരം തന്നെ വാരിക്കെട്ടി കാട്ടിക്കയറും. ഇപ്പൊ അങ്ങനെ കയറിയവരിപ്പോ 60 വീട്ടുകാരോളം എന്റെ ജാതിപ്പെട്ടവർ, ആദിവാസി ജാതിപ്പെട്ടവർ തന്നെ ഒരു 60 വീട്ടുകാരോളം ഉണ്ടിപ്പോ. ഉണ്ടെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ചാലക്കയത്ത് ചെന്ന് കണ്ടവരെല്ലാവരും ഈ കോളനിക്കകത്ത് താമസിച്ചവരാ. ഇവരുടെ അച്ഛനമ്മമാരും ഞങ്ങളുടെ വല്യച്ഛൻ വല്യമ്മമാരെയൊക്കെ ഇതുപോണൊക്കെ ഒരു ഭീഷണി പുറത്താണ് അവരിങ്ങനെ കാട് കയറി ഇന്നും ആ കുട്ടികളും മറ്റുള്ള മുതിർന്നവരെല്ലാവരും ആ വനത്തിൽ ഇങ്ങനെ താമസിക്കുന്നു. അല്ലെങ്കിൽ അവരെല്ലാം താമസിച്ചുകൊണ്ടിരുന്ന കോളനിയാണ് ഈ കാണുന്നത് മുഴുവൻ, അവരെല്ലാം താമസിച്ചുകൊണ്ടിരുന്ന വസ്തുവാണ്. അതുകൊണ്ട് അവിടെ മുതൽ ഏകദേശം അതുകൊണ്ട് ഇവിടുന്ന് അതുകൊണ്ട് ആ കാണുന്ന ഏരിയ മുതൽ അതുകൊണ്ട് കണ്ട് അങ്ങേ അറ്റത്ത് റബ്ബർ ഇട്ടേക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന ആ റൂട്ട് തന്നെ അങ്ങേ അറ്റത്ത് റബ്ബർ ഇട്ടേക്കുന്നുണ്ടോ, അവിടെ മുതൽ ഇതിന്റെ ഒരു സൈഡ് വരെ ആദിവാസി മലമ്പണ്ടാരങ്ങളുടെ തന്നെയുള്ള വസ്തുവായിരുന്നു. ഈ മറ്റുള്ള ജാതി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിസ് ഈഴവന്മാര് ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഇതിപ്പം അറിഞ്ഞു കഴിയുമ്പോൾ എന്നോട് ശത്രുതയാകും, ഇവർക്ക് എല്ലാവർക്കും എന്നോട് ശത്രുതയാകുമെങ്കിലും ക്രിസ്ത്യാനിസ്, ഈഴവന്മാര്, ചോവന്മാര്, പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള മറ്റ് ജാതിപ്പെട്ടവരെല്ലാവരും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ അട്ടത്തോട്ടി താമസിക്കുന്ന 12 വീട്ടുകാരേ ഉള്ളൂ മലമ്പണ്ടാരം ആദിവാസിയായിട്ടുള്ളവർ. ബാക്കിയുള്ളവർ മുഴുവൻ കൈകയറി താമസിക്കുന്നവരാണ്.